ചിക്കൻ ബിരിയാണി മാത്രം കിട്ടുന്ന ഒരു കുഞ്ഞി ഹോട്ടലിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാത്തിരിപ്പിനൊടുവിൽ ഇതാ വലിയൊരു വാഴയില വെച്ച് അതിലേക്കാണ് അവർ ബിരിയാണി തട്ടിയത്. പുറകെ നല്ല നാരങ്ങ അച്ചാറും തൈരും വന്നിട്ടുണ്ട്. അറിയാലോ, ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് അതിലെത്ര പീസ് ഉണ്ട് എന്നുള്ളതായിരുന്നു. ഞാൻ ഞെട്ടി കേട്ടാ. ഒരു പൊരിച്ച പീസ്, ഒരു നോർമൽ പീസായിരുന്നു ഉള്ളത്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും 3 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവം കേട്ടാ. 2-ലധികം പീസ് കിട്ടുക. ആദ്യം തന്നെ ആ മസാല അത് കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കി. പിന്നെ ആ ചിക്കൻ്റെ പീസും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു. പിന്നെ പതിവ് പോലെ ആ തൈരും അച്ചാറും ആ പൊരിച്ച ചിക്കൻ്റെ ഒരു പീസും കൂടെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊന്ന് കഴിച്ചു. ഒരു അടിപൊളി ബിരിയാണി എന്ന് തന്നെ പറയാം കേട്ടോ. ഇതിൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് പലരും നെറ്റിച്ച് വിളിക്കുന്നുണ്ടാവും. ഒന്നും പേടിക്കേണ്ട മക്കളെ, രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ മസാലയോ റൈസോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും തരും. ആ ചേട്ടനും ചേച്ചിയും വേണോന്ന് ചോദിച്ച് പുറകെ നടക്കുക ചെയ്തത്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദാ ഈ ഇല നിങ്ങളോട് പറയും കേട്ടോ. ദാ ഈ കാണുന്ന ചേട്ടൻ, അങ്ങ് കാണുന്ന ആ ചേച്ചിയുമാണ് ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകുന്നത്. പിന്നെ ഹോട്ടലിൻ്റെ ടൈമിങ് ഇങ്ങനെയാണ് കേട്ടോ. ടൈം ഒരു 12:30 ബിരിയാണി ആവും. 2 മണി 2:30 1:30 അങ്ങനെ കഴിയും. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു അഭ്യർത്ഥി കട്ടിങ് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടാ. അഭ്യർത്ഥി കട്ട ഈ സാധനത്തിന് നമ്മുടെ കണ്ണൂരുകാർ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ കാടാച്ചിറക്കുന്ന് മമ്മാക്കുന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ചെറിയൊരു ഹോട്ടൽ. അപ്പോൾ ശരി എന്നാൽ.